ഞാൻ സുൽത്താൻ ബത്തേരി എസ് ഐ ആയി ജോലി ചെയ്ത കാലത്തെ ഒരു ദിവസത്തെക്കുറിച്ച് സംസാരിക്കാം. 7/7/97 അന്ന് അത്ര സുഖമുള്ളൊരു ദിവസമായിരുന്നില്ല. രാവിലെ ഒരു 8 മണി കഴിഞ്ഞപ്പോൾ ഒരാൾ സ്റ്റേഷനിലേക്ക് വന്നിട്ട് പറഞ്ഞ് എൻ്റെ കടയിൽ മോഷണം നടത്തി കുറേ പൈസ മോഷ്ടിച്ചുകൊണ്ട് പോയി. ഈ മോഷണം നടന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മൊത്തത്തിൽ ഉള്ള ഒരു മാനസിക നില മോശമാവും. കാരണം അത് മേലോട്ട് പറയാനൊരു വഴിയാണ്. മേലേന്ന് അത് കേൾക്കുന്നവർക്ക് എന്തായാലും നമ്മളെ അത്ര ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്നത്തെ ദിവസം ഒരു മോശത്തുടക്കവുമായിരുന്നു. ഞാൻ ഈ പരാതി പറഞ്ഞ ആളുടെ ഒപ്പം അയാൾ പറഞ്ഞ കടയിൽ പോയി ആ മുറി പരിശോധിച്ചു. സംഭവം നടന്ന് ആ മുറി പരിശോധിച്ചപ്പോൾ ഇയാൾ ചൂണ്ടിക്കാണിച്ച് തന്ന് ഇന്ന സ്ഥലത്തൂടെയാണ് പുറകുവശത്തെ ഭിത്തിയോട് ചേർന്നുള്ള ഭിത്തിയുടെയും ഈ അത് ഉത്തരത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് കൂടെ ഉള്ളൊരു ഗ്യാപ്പിലൂടെയാണ് കയറി വന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ അവിടെ കുറേ ആളിറങ്ങി വന്ന അതോ കയറിപ്പോയതായിട്ടുള്ള പാട് കാണുന്നുണ്ട്. അപ്പം മുൻവശം വേറെ എവിടെയെങ്കിലും തുറന്നോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ ഇയാൾ അകത്തേക്ക് കയറി എന്ന് പറയുന്ന ഭാഗം നോക്കുമ്പോൾ എത്ര ചെറിയ മനുഷ്യനാണെങ്കിലും അതുവഴി കയറാൻ പ്രയാസമാണ്. പിന്നെ പുറകുവശത്ത് പോയി നോക്കുമ്പോൾ അവിടുന്ന് മേലോട്ട് കയറിയതായിട്ടുള്ള ഒരു അടയാളങ്ങളൊന്നും കാണുന്നുമില്ല. അപ്പം ഞാൻ ഇയാളുടെ ഒപ്പം തന്നെ തിരിച്ച് സ്റ്റേഷനിൽ വന്ന് അയാളോട് പറഞ്ഞ് ഇതെനിക്കങ്ങോട്ട് വിശ്വാസം വരുന്നില്ല, സത്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ പറയേണ്ടി വരും. എന്നിട്ട് അവിടെയുള്ള ജി ഡി ചാർജിനോട് പറഞ്ഞ് മൊഴിയെടുത്തിട്ട് FIR ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു കളവിൻ്റെ FIR രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ കൂടെയുള്ള പോലീസുകാരോടൊപ്പം പുറത്തേക്ക് പെട്രോളിങ്ങിനായി പോയി. ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 ശ്രീധരന്മാരും പോലീസുകാർ, സജീവൻ എന്ന് പറയുന്ന ഡ്രൈവറും, ഞങ്ങൾ ചീരാൾ റോഡിൽ വെച്ച് വാഹനങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഇരുന്നു. ഞങ്ങൾ വണ്ടി പരിശോധിച്ചുകൊണ്ടിരിക്കെ പിന്നെ ഒരു മോശമായ സംഭവം ഉണ്ടായി. ഒരു ജീപ്പിനകത്ത് ഒരു സ്ത്രീയുമുണ്ട്, ഒരാണുമുണ്ട്. ഓടിച്ചുകൊണ്ട് വരുന്ന വണ്ടി കൈ കാണിച്ച് വണ്ടി നിർത്തി. അയാൾ ഇറങ്ങി വന്നു. അയാളോട് ഞാൻ ചോദിച്ചു, ലൈസൻസ് ഉണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. വണ്ടിക്ക് പേപ്പർ വല്ലതും ഉണ്ടോ? പേപ്പറും എടുത്തില്ല. പേപ്പറെല്ലാം ഉണ്ട്, ലൈസൻസും ഉണ്ട്, രണ്ടും എടുത്തിട്ടില്ല. എന്നാൽ കുറച്ചങ്ങോട്ട് മാറി നിൽക്ക്, കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കാം. നമ്മൾ പിന്നെ അടുത്ത വണ്ടി എന്നത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇയാൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട് ആക്രോശിച്ചിട്ട് എന്ന് പറയും, ഞാൻ എവിടെ പോവാന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ വെച്ചാൽ നിങ്ങൾ പറഞ്ഞില്ലല്ലോ എവിടെ പോവാന്ന്. ഞാൻ എൻ്റെ ഭാര്യയും കൊണ്ട് ആസ്പത്രിയിൽ പോവുക. ഞാൻ അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞപ്പോൾ, സഹോദര നിങ്ങൾ അത് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോഴേ തന്നെ വിടില്ലായിരുന്നോ? അങ്ങനെ അവരെ പെട്ടെന്ന് വിടുകയും ചെയ്തു. പക്ഷേ അതൊരു മനസ്സിന് പ്രയാസമായി. കാരണം അവർ എന്തോ എമർജൻസിക്കായിട്ട് പോകുന്നവരാണ്. പക്ഷേ അയാൾ എന്നോട് ആ കാര്യം പറഞ്ഞതുമില്ല. ഞങ്ങൾ പിന്നെയും അതേ സ്ഥലത്ത് വെച്ച് തന്നെ വാഹന പരിശോധന തുടർന്നു. അപ്പോൾ അതിനിടയിൽ ഒരു ജീപ്പ് വന്ന് അവിടെ നിർത്തിയിട്ട് കുറച്ചൊക്കെ, അപ്പോൾ 2-3 വണ്ടി ഉണ്ടായിരുന്നു ക്യൂവിൽ. അപ്പോൾ ആ ജീപ്പിൽ ഇറങ്ങിയ ഒരാൾ വന്ന് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. ഞങ്ങളൊന്ന് കർണാടക വരെ പോവോ സാറ് പുതുതായിട്ട് ഇവിടെ വന്നതാ? ഞാൻ പറഞ്ഞു, അതെ, എനിക്ക് CI ജോസഫ് സാറിനെ എല്ലാം അറിയാം, പരിചയമുണ്ട്. ഞാൻ പറഞ്ഞു, ശരി, വണ്ടിക്ക് ബുക്കും പേപ്പറും ഒക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട് സാർ, ഞങ്ങൾ പോയിക്കോട്ടെ എന്നും പറഞ്ഞ് അയാൾ അങ്ങ് പോയി. ജീപ്പ് ഞങ്ങളെ പാസ് ചെയ്യുമ്പോൾ സജീവൻ എന്ന് പറയുന്ന ഡ്രൈവർ എന്നോട് പറഞ്ഞ്, സാർ അത് എന്തോ ഒരു പന്തികേടുണ്ടല്ലോ സാർ എന്ന് പറഞ്ഞു. ഞാൻ വെച്ചാൽ എന്താ പന്തികേട്? അല്ല, പിന്നെ ആ പുറയിലിരുന്ന ജീപ്പിൽ പുറയിലിരുന്ന ആൾ തലയിൽ കൈവെക്കുന്നുണ്ട് പാസ് ചെയ്ത് പോകുമ്പോൾ. എന്തോ ഒരു പന്തികേടുണ്ട് സാർ, നമുക്ക് ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിനക്ക് ആ വണ്ടിയുടെ നമ്പർ അറിയാമോ? സജീവൻ പറഞ്ഞു, വണ്ടിയുടെ നമ്പർ അറിയാം, KLW 2910. ഞാൻ പറഞ്ഞു, വണ്ടി വിട്. അപ്പോൾ ഞങ്ങൾ 2 ശ്രീധരന്മാർ പോലീസുകാരെയും കൂട്ടിയിട്ട് ഞങ്ങൾ ആ വണ്ടിയെ തേടിപ്പോയി. ഏതാണ്ട് ബത്തേരി ടൗണ് കഴിഞ്ഞ് മൈസൂരേക്ക് പോകുന്ന ആ റോഡിൽ
വെച്ച് ഈ വണ്ടിയുടെ ജസ്റ്റ് പുറകിൽ ഞങ്ങൾ എത്തുമ്പോൾ വണ്ടി പെട്ടെന്ന് നിർത്തുകയും ഒരുത്തനെ ഡ്രൈവറുടെ സൈഡിലിരുന്ന് ഒരുത്തന് ഇറങ്ങി ഓടുകയും ചെയ്തു. അപ്പോൾ നമുക്ക് സംശയമായി. കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ പോയിട്ട് ഈ ഓടിയവനെ പിടിച്ചുകൊണ്ട് വന്നു. പിടിച്ച് അവിടെ വെച്ച് തന്നെ ഞങ്ങൾ ഇവരെ ചോദ്യം ചെയ്തു. ആ വണ്ടി പരിശോധിച്ചു. ജീപ്പ് പരിശോധിച്ചപ്പോൾ അതിനകത്തൊരു ബാഗുണ്ട്. ബാഗിനകത്ത് കുറച്ച് തുണിയും സാധനങ്ങളും ഉണ്ട്, കുറച്ച് നോട്ട് കെട്ടുകളും ഉണ്ട്. ഇവരുടെ എല്ലാം ബോഡി പരിശോധിച്ച് നോക്കി. വേറെ എന്തെങ്കിലും ഡ്രഗ്സോ അതുപോലെ എന്തെങ്കിലും കടത്തുന്നതുകൊണ്ടാണോ ഇവർ ഓടിയെന്നുള്ളൊരു സംശയം. ആ ജീപ്പിനകത്ത് ഉണ്ടായിരുന്ന പിടികൂടിയവരും അടക്കം ജീപ്പിലുണ്ടായിരുന്ന 5 പേരുടെയും ശരീരം ഞാൻ പരിശോധിച്ചു. അപ്പോൾ അതിനകത്ത് പേഴ്സിനകത്തൊക്കെ കുറേ പൈസയുണ്ട്. എല്ലാവരുടെയും പേഴ്സിനകത്ത് പൈസയുണ്ട്. വേറെ സാധനങ്ങളൊന്നും കണ്ടില്ല. അവരുടെ പേര് വിവരങ്ങൾ ചോദിച്ചു. ഇബ്രാഹിം, മുഹമ്മദ്, കുഞ്ഞാലി എന്നിങ്ങനെ അവർ പേരെല്ലാം പറഞ്ഞു. പിന്നെ ഒരു സംശയം, ഞാൻ കൊണ്ടുവന്നോട് ചോദിച്ചു, നീ എന്തിനോ ഇറങ്ങി ഓടിയത് എന്തിനാണ് എന്ന് ചോദിച്ചു. അപ്പോഴവൻ പറഞ്ഞ മറുപടി, ഒന്നുമില്ല സാറിനെ ഞങ്ങൾ കണ്ട് പരിശോധിച്ച് വീണ്ടും ഞങ്ങളുടെ പുറകെ വന്നപ്പോൾ എന്തോ ഒരു സംശയം, പോലീസ് ഞങ്ങളെ പിന്തുടരുന്നതാണോ എന്നൊരു സംശയം കൊണ്ട് ഞാൻ ഇറങ്ങി ഓടിയതാണ്. അങ്ങനെ ഓടേണ്ട കാര്യമുണ്ടോ? പോലീസ് നിന്നെ പിന്തുടർന്ന് വന്നതെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണെങ്കിലോ? നിന്നെ പിന്തുടർന്ന് വന്നതെന്നല്ലല്ലോ. അല്ല, എനിക്ക് അങ്ങനെ തോന്നിയതുകൊണ്ട് ഞാൻ ഇറങ്ങി പോയതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊരു സംശയം പിന്നെയും തോന്നി. ഓടിയപ്പോൾ തന്നെ സംശയം തോന്നി. അങ്ങനെയാണ് ശരീരമെല്ലാം പരിശോധിച്ചത്. അപ്പോൾ പരിശോധനയിൽ കുറച്ച് നോട്ടുകൾ, അതിന് കുറേ അധികം പൈസയുണ്ട്. 2 ലക്ഷത്തിന് മേലെ രൂപ ബാഗിനകത്തുണ്ട്. ബാക്കി എല്ലാം കൂടെ ഇവരുടെ കൈകളിൽ പേഴ്സിനകത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല നമുക്ക്. ഇവർ ഓടാനുള്ള കാരണം എന്താണെന്ന് പലവട്ടം ചോദിച്ചിട്ട് ഇവന്മാരൊന്നും പറയുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ശ്രീധരൻ, ഒരു തടിയുള്ള ശ്രീധരൻ പോലീസ്, പുള്ളി ഈ നോട്ടെല്ലാം എടുത്തിങ്ങനെ പരിശോധിച്ച്, നോട്ടെടുത്ത് പരിശോധിച്ചപ്പം പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, സാറേ ഇത് കള്ളനോട്ടാണോ എന്ന് സംശയമുണ്ട്. ഞാൻ അതങ്ങനെ മനസ്സിലായി കള്ളനോട്ടാണെന്ന്. ഞാൻ നോക്കിയതാണുള്ളത്. നോട്ട് സാധാരണ നോട്ട് പോലെ ഉണ്ട്, പക്ഷെ ഞാൻ കയ്യിലെടുത്ത് നോക്കിയില്ല. അതെങ്ങനെ മനസ്സിലായി? സാർ അതിനകത്തൊരു കുറച്ച് നോട്ട് ഒരേ നമ്പറിലുള്ള നോട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ പോയി നോക്കി. അപ്പം ഇവന്മാരെല്ലാം ജീപ്പിനകത്ത് കയറ്റി. കാരണം ഇവന്മാർ ഓടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഈ 5 എണ്ണത്തിനെയും ജീപ്പിനകത്ത് കയറ്റി. 2 പേരെ അവിടെ കാവൽ നിർത്തി. ഞാനും സജീവനുടെ നോട്ട് പരിശോധിച്ചപ്പോൾ കുറേ നോട്ടുകൾ ഒരേ നമ്പറിലാണ്. പിന്നെ നോക്കുമ്പോൾ പ്രിൻറ്റിങ്ങിന് ക്ലാരിറ്റി ഇച്ചിരി കുറവുള്ളതായി തോന്നി. അതേപോലെ തന്നെ നോട്ടിന് കട്ടി കുറവ്, സാധാരണ പേപ്പർ പോലെ തോന്നി. പക്ഷേ കാണുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ നമുക്ക് നമ്മുടെ 100 രൂപ പോലെ തന്നെയാണ് തോന്നുന്നത്. 100 രൂപയുടെ നോട്ടുകളാണ് അതിനകത്തുണ്ടായിരുന്നതെല്ലാം, അല്ലാതെ കുറേ ചില്ലറയുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ വാട്ടർമാർക്ക്, ഗാന്ധിയുടെ ചിത്രം, ഇതിനകത്തൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ കണ്ട്. അപ്പോൾ ഉറപ്പിച്ചു, സാധാരണ കള്ളനോട്ടുകൾ കണ്ടാൽ തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ്. കാരണം ഇപ്പോഴത്തെ ക്ലാരിറ്റി ഉള്ള നോട്ടുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അത് ബാങ്കിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി പരിശോധിച്ചാൽ മാത്രമേ അത് കള്ളനോട്ടാണെന്ന് മനസ്സിലാവൂ. പക്ഷെ അന്ന് ഈ ക്ലാരിറ്റി കുറവായിരുന്നു, പേപ്പറിന് കട്ടി കുറവായിരുന്നു. ഒരേ നമ്പറിലുള്ള കുറേ നോട്ടുകൾ കാണുകയും ചെയ്തപ്പോൾ അത് കള്ളനോട്ടാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. പ്രതികളെ അവിടുന്ന് തന്നെ ചോദ്യം ചെയ്ത്, അപ്പോൾ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായത് കർണാടകയിലേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത്. അതിനകത്തൊരു കർണാടകയിൽ താമസിക്കുന്ന ഒരുത്തനുണ്ട്. 2 പേര് മലപ്പുറംകാരാണ്, ഒരുത്തൻ പാലക്കാട്ടുകാരനാണ്. അപ്പോൾ ഇതൊരു വലിയ ഗ്യാങ്ങാണ്. കുറേ കാലമായി ജസ്റ്റ് ചോദിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഇവർക്ക് വേറെ എവിടെയൊക്കെയോ കേസുകളുമുണ്ട്. അറസ്റ്റ് ചെയ്ത പ്രതികളും ബന്ദോബസ്തിലെടുത്ത 100 രൂപയുടെ കള്ളനോട്ടുകളുമായിട്ട് ഞങ്ങൾ ഏതാണ്ട് ഉച്ച കഴിഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ റൈറ്റർ ശശി ഓടി വന്ന് എന്നോട് പറഞ്ഞ്, സാറേ ഒരു സംഗതിയുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ? സാറേ രാവിലെ ആ കളവ് പരാതിയുമായിട്ട് വന്നില്ലേ ഒരാൾ, അയാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവനെന്തിനാ ആത്മഹത്യ ചെയ്തേ? എന്തിനാണെന്നറിയത്തില്ല. അതൊരു വിഷമമായി.
എന്നിട്ട് ആ മരിച്ചയാളുടെ ബോഡി അന്ന് ഒരു സ്റ്റേഷനിൽ ഒരു SI ഉള്ളൂ. അതിൻ്റെ ഇൻക്വസ്റ്റ് നടത്താൻ ഞാൻ തന്നെ പോയി. അയാളുടെ വീട്ടുപറമ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. മരത്തിൽ തൂങ്ങിയതാണ്. അതിൻ്റെ ഇൻക്വസ്റ്റ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാൾ എന്നോട് ചെവിയിൽ വന്ന് പറയുന്ന പോലെ പറഞ്ഞ്, പോലീസാണ് ഇതിന് ഉത്തരവാദി. ഞാൻ നിങ്ങളിപ്പോൾ പോലീസ് എന്താ ഉത്തരവാദി, അവൻ ആത്മഹത്യത്തിന് പോലീസ് എന്താ ഉത്തരവാദി എന്ന് പറയുകയും തിരിച്ചു പോരുമ്പോഴും 1-2 പേര് ഇങ്ങനെ അവിടെ നിന്ന് കുശുകുശുക്കുന്നുണ്ടായിരുന്നു. ഇത് പോലീസ് അതിന് ഉത്തരവാദി എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഞാൻ പിന്നെ അപ്പോൾ അതിനൊന്നും മറുപടി പറയാൻ പോയില്ല. ഞാൻ അവിടെ നിന്ന് മടങ്ങി സ്റ്റേഷനിലെത്തി. ഇവരെ വീണ്ടും ചോദ്യം ചെയ്തു, ഈ പ്രതികളെ. അപ്പോൾ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഇവരെവിടെ നിന്നാണ് നോട്ട് അടിച്ചതെന്നും എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, ആർക്കൊക്കെ മുമ്പ് ഇത് വിതരണം നടത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് റിമാൻഡ് റിപ്പോർട്ട് സഹിതം അവന്മാരെ കോടതിയിൽ ഹാജരാക്കി. കോടതി അവരെ റിമാൻഡ് ചെയ്തു. ഞങ്ങൾ അന്ന് ആ കേസിൽ ബന്ദോബസ്തിലെടുത്തത് 2,36,600 രൂപയുടെ കള്ളനോട്ടുകളായിരുന്നു. 100 രൂപയുടെ ഇന്ത്യൻ കറൻസി നോട്ടുകൾ, വ്യാജ നോട്ടുകളായിരുന്നു. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഈ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ തലശ്ശേരി DYSP ആയിരിക്കുമ്പോഴാണ്. ചൊക്ലി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ പുളിയനമ്പ്രം എന്ന് പറയുന്ന സ്ഥലത്ത് ഗോപി എന്നാളുടെ ഭാര്യ റീജ, അവരുടെ വീടിന് കുറച്ച് മാറിയുള്ള വയലിൽ ഊവുപാലത്തിൻ്റെ അടിയിൽ വെള്ളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്ന് കോട്ടൂർ ബാലൻ എന്നയാൾ 14/8/2017 തീയതി വൈകുന്നേരം ചൊക്ലി സ്റ്റേഷനിൽ വന്ന് പറഞ്ഞു. ആ സംഭവത്തിന് ചൊക്ലി പോലീസ് സ്റ്റേഷനിൽ അസ്വാഭാവിക മരണത്തിന് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. CI ആയിരുന്ന സജീവ് വിവരം എന്നെ ഫോണിൽ വിളിച്ച് അറിയിച്ച്. സജീവ് അതിൻ്റെ കൂട്ടത്തിൽ എന്തോ ഒരു ചെറിയ സംശയം ഉണ്ടെന്ന് പറയുന്നു സാറെന്നും പറഞ്ഞു. അപ്പം സന്ധ്യയാകാറായി. അപ്പോൾ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് നിങ്ങൾ സ്ഥലത്തേക്ക് പോവുക, ഞാൻ അങ്ങോട്ട് വരാം. അവിടെ വന്നതിന് ശേഷം ബോഡി മാറ്റണോ എന്നുള്ളത് നോക്കാം. കഴിയുന്നതും അവിടെ വെച്ച് തന്നെ ഇൻക്വസ്റ്റ് നടത്തുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. സജീവും പാർട്ടിയും സംഭവ സ്ഥലത്തേക്ക് പോയി. ഞാൻ തലശ്ശേരിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ യാത്ര തിരിച്ച് ചൊക്ലി ലിമിറ്റിലെ സംഭവ സ്ഥലമായ കേളോത്ത് താഴെ വയലിലെത്തി. അപ്പോൾ CM പാർട്ടിയും അവിടെ ഇൻക്വസ്റ്റ് തുടങ്ങിയിരുന്നു. സാക്ഷികളുണ്ട്, ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുണ്ട്. സംഭവത്തിൽ സംശയമുണ്ടെന്ന് ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. വെള്ളത്തിൽ വീണാണ്. ആ ചെറിയ തോടാണ്, വലിയ തോടൊന്നുമല്ല, ഒരു കുറച്ച് വെള്ളം മാത്രം, അതിൽ മുട്ടപ്പം വെള്ളം മാത്രമുള്ള അത്രയും തന്നെ ഉണ്ടോയെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു തോട്ടിലാണ് റീജയുടെ ബോഡി കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു സംശയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഏതായാലും അത്യാവശ്യം നല്ല ഉയരവും തടിയൊക്കെ ഉള്ള സ്ത്രീയാണ്. അത് തന്നെയല്ല, ആ സംഭവ സ്ഥലത്ത് ഒരു ചവിട്ടി തേച്ച ഒരു പാടും കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് അവിടെ നിന്ന് വെള്ളത്തിൽ വീണ് മരിക്കാനുള്ള സാധ്യത കുറവാണ്. ഇനി വേറെ വല്ല അസുഖമുണ്ടോ എന്ന് ചോദിച്ചു. ഈ വീഴുന്ന അങ്ങനത്തെ വല്ല അസുഖങ്ങൾ വല്ലതും ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ചു. ഇപ്പോൾ അങ്ങനെ ഒരു അസുഖമൊന്നും ഇവർക്കുള്ളതായിട്ട് പറഞ്ഞിട്ടുമില്ല. പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു, എന്താണ് സംഭവം, ഇനി ആരുടെയെങ്കിലും ബലപ്രയോഗത്തിലാണോ ഇത് നടന്നത്? അപ്പോൾ ഈ ഇൻക്വസ്റ്റ് നടത്തുന്നതിനിടയിൽ നമുക്ക് ചില സംശയങ്ങൾ വീണ്ടും വന്നു. അവരുടെ വസ്ത്രം പരിശോധിക്കുമ്പോൾ അണ്ടർവെയറിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊരു
പോറൽ കാണപ്പെട്ടു. അപ്പോഴൊരു ചെറിയ സംശയം, ഇത് എന്തെങ്കിലും ഒരു അറ്റംപ്റ്റ് ആണോ എന്നുള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ബോഡി അന്ന് സന്ധ്യയോടെ തന്നെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. പിറ്റേന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം നടന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയത് ഗോപാലകൃഷ്ണനുള്ള ഡോക്ടറായിരുന്നു, അദ്ദേഹത്തിൻ്റെ സഹായികളും. പോലീസിന് ഇൻക്വസ്റ്റ് സമയം തോന്നിയ അഭിപ്രായത്തിന്, സംശയത്തിന് ശക്തി പകരുന്ന രൂപത്തിലാണ് ഡോക്ടർ പോസ്റ്റ്മോർട്ടം നടത്തി ഗോപാലകൃഷ്ണൻ ഡോക്ടറും സഹായികളും പറഞ്ഞത്. ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത്, അതിനുള്ള ബലമേൽപ്പിച്ചതിൻ്റെ ലക്ഷണങ്ങൾ ശരീരത്തിലുണ്ട് എന്ന് പറഞ്ഞു. അത് ഒരു അറ്റംപ്റ്റ് റേപ്പ് ആവാൻ ഉള്ള സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് രാത്രി തന്നെ നമ്മുടെ സ്ക്വാഡുകാർ, SIയുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ ബാക്കി 2-3 സ്ക്വാഡായിട്ട്, കാരണം ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കേസാണല്ലോ, ഒരു സ്ത്രീക്കെതിരായിട്ടുള്ളൊരു കേസാണ്, ഒരു കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി ഞങ്ങൾ അന്ന് രാത്രി തന്നെ, രാത്രി ഒരു ഏറെ വൈകുന്നത് വരെ ആ സ്ഥലത്ത് നിന്ന് ഇതിനെക്കുറിച്ച്, ഈ കേസിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയും അതോടൊപ്പം തന്നെ പോലീസുകാരെ പല വഴിക്ക് വിടുകയും ചെയ്തു. അന്ന് രാത്രി തന്നെ ഞങ്ങൾക്ക് ചെറിയൊരു വിവരം കിട്ടുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരൻ 2-3 ദിവസമായിട്ട് ഈ സംഭവസ്ഥല തോടിന് അടുത്തുള്ള ആളില്ലാത്ത ഒരു കടയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അത് ആ വിവരം തന്നയാളോട് ആരാണ് അതെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അറിയത്തില്ല, പരിചയമില്ല, കുറച്ച് ഈ തൊട്ടടുത്തെങ്ങും ഉള്ളവരല്ല, ദൂരെ എങ്ങാണ്ട് കുറച്ച് ദൂരെ ഉള്ള ആളാണെന്ന് തോന്നുന്നു, എനിക്ക് ഈ പരിസരത്തുള്ളതല്ല. അത് നമുക്ക് അന്ന് രാത്രി തന്നെ അങ്ങനെ ഒരു വിവരം കിട്ടുന്നുണ്ട്. ഇതാരാണെന്ന് രാത്രിയിൽ അന്വേഷിച്ചിട്ട് ആർക്കും അത് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഈ കേസിൻ്റെ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ഫായിസ് അലി, EM സുരേഷ്, ദീപക് തുടങ്ങിയ ഉദ്യോഗസ്ഥരായിരുന്നു. അവരും സ്ക്വാഡിൽ, കണ്ണൂർ സ്ക്വാഡിലുള്ള പോലീസുകാരും ഊർജിതമായിട്ട് രാത്രിയിലും പകലും, പിറ്റേന്നുള്ള പകലും അന്വേഷണം നടത്തി, ഇതാരാണ് ചെയ്തതെന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടാമത്തെ ദിവസം, പിറ്റേ ദിവസം ഈ ഇരിക്കുന്ന ആളെക്കുറിച്ചൊരു ഏകദേശ ധാരണ പോലീസിന് കിട്ടി. ഇന്നടുത്ത ഒരാളാണ് ഇവിടെ വന്നിരുന്നത്, ചെറുപ്പക്കാരനാണ്, 10-25 വയസ്സേ ഉണ്ടാവുള്ളൂ എന്ന് ഒരു വിവരം ലഭിച്ചു. അപ്പം അവനെ അന്വേഷിക്കാനായിട്ട് പോലീസിനെ അയച്ചു. ഏതാണ്ട് വൈകിട്ട് ഒരു 7-7:30 മണിയാകുമ്പോൾ വലിയ കാട്ടിൽ അൻസാർ എന്ന് പറയുന്ന സംശയിക്കുന്ന ആളെ പോലീസ് പിടികൂടി. ഈ പോലീസ് ഈ അൻസാറിനെ പിടികൂടുന്ന സമയത്ത് അൻസാറിൻ്റെ പാൻറ്റും ഷർട്ടും നനഞ്ഞ നിലയിലായിരുന്നു. അൻസാറിനെ ചോദ്യം ചെയ്യാനായിട്ട് ഞാനും എൻ്റെ കൂടെയുള്ള പോലീസുകാരും ചൊക്ലി സ്റ്റേഷനിലെത്തി. CI സജീവും ബാക്കിയുള്ള ആൾക്കാരും പോലീസുകാരും ചേർന്ന് പ്രതിയെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ എങ്ങനെയാണ് നനഞ്ഞതെന്നാണ് ആദ്യം ചോദിച്ചത്. എന്താണ് നിൻ്റെ ഈ ഡ്രസ്സ് നനഞ്ഞു തന്നെ ഇരിക്കുന്നതെന്ന്. അത് മഴ നനഞ്ഞതാണെന്നാണ് അവൻ അപ്പോൾ പറഞ്ഞത്. അതിന് ഇന്നലെ മഴയുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവനൊന്നും മിണ്ടിയിട്ടില്ല. നീ ഇന്നലെ ഇവിടെ വന്നിരുന്നോ, ഈ വയലിൽ വന്നിരുന്നോ എന്ന് ചോദിച്ചു. അവനൊന്നും മിണ്ടിയില്ല. അങ്ങനെ 3-4 ചോദ്യം ചോദിച്ചപ്പോഴും അതിനൊന്നിനും അവന് മിണ്ടാട്ടില്ല. അവൻ അനങ്ങാണ്ടിരിക്കുക. അപ്പം CI അവിടുന്ന് പറഞ്ഞ്, നീ അവിടെ വന്നിരുന്നതായിട്ട് ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, നീ എന്താണെന്ന് വെച്ചാൽ കാര്യം തുറന്നു പറ. നീ സ്ത്രീകളുടെ കൂടെ പുറകെ നടക്കുന്ന സ്വഭാവം നിനക്കുണ്ടെന്ന് പറയുന്നത് കേട്ടു. പിന്നെ മോശമായ മാസികകളും മറ്റും വായിക്കുന്നുണ്ടെന്നുള്ള വിവരവും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട്, അതുകൊണ്ട് നീ തുറന്ന് കാര്യങ്ങളെല്ലാം പറയാൻ പറഞ്ഞു.
കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ് ആദ്യം മുതലുള്ള കാര്യങ്ങൾ പറയണം തുടർച്ചയായിട്ട്. 3 ദിവസമായിട്ട് ഞാൻ ഈ കടയിൽ വന്നിരിക്കാറുണ്ട്. അത് രാവിലെ ഒരു സ്ത്രീ അതിലെ മീൻ വാങ്ങാനായിട്ട് ഈ തോട് കടന്ന് അപ്പുറത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടു ഒരു ദിവസം. അവരെ പിന്തുടരാൻ വേണ്ടി തന്നെയാണ് ഞാൻ 2 ദിവസമായിട്ട് ഈ തോടിൻ്റെ അടുത്ത് ഉള്ള കടയിൽ ഇരിക്കുന്നുണ്ട്. 2 ദിവസവും ഞാൻ അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ആ പള്ളിയിലും ഒക്കെ ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല. ഇന്നലെ അവർ വരുമ്പോൾ പ്രദേശത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ അവർ ദൂരെ നിന്ന് വരുന്നത് കണ്ട് വഴിയിൽ നിന്ന് കയറി വയലിലേക്ക് കയറുന്ന ആ വരമ്പ് വന്ന് അതിലൂടെ നടന്നു വരുന്ന സമയത്ത് ഞാൻ ആ കടയിൽ നിന്ന് എഴുന്നേറ്റ് അവിടെ ചെന്ന് അവരെ കയറി പിടിച്ചു. അവർ നല്ല ആരോഗ്യമുള്ള സ്ത്രീയാണ്, മൽപ്പിടുത്തമായി. അപ്പോൾ അങ്ങനെ ഞാനും അവരും കൂടെ തോട്ടിലേക്ക് വീണു. തോട്ടിൽ വീണ അവരെ ബലാത്കാരം ചെയ്യാൻ ഞാൻ ആവുന്നത്ര ശ്രമിച്ച്. പക്ഷേ അവർക്ക് നല്ല ആരോഗ്യമുള്ളതുകൊണ്ട് എനിക്കത് പറ്റിയില്ല. ഞാൻ വീണ്ടും വീണ്ടും ശ്രമിച്ച്. അപ്പം പിടിവലിയായി. അവർ വെള്ളത്തിൽ കമന്ന് വീണ്. ഞാൻ അവരുടെ പുറത്ത് കയറി അവരെ അമക്ക് വെള്ളത്തിൽ തല അമർത്തിപ്പിടിച്ച്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് അനക്കമില്ലാണ്ടായി. അപ്പോൾ ഞാൻ അവരുടെ കഴുത്തിലെ മാല പൊട്ടിച്ചു. പിന്നെ മോതിരം ഊരിയെടുത്തു. ചുറ്റും നോക്കി ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ആരും ആ പ്രദേശത്തില്ല എന്ന് ഉറപ്പുവരുത്തി ഞാൻ തോട്ടിൽ നിന്ന് എഴുന്നേറ്റ് വന്ന വഴിയെ തിരിച്ചു നടന്നു. പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും മുൻകൂട്ടി ആസൂത്രണം ചെയ്താണ് പ്രതി സംഭവ സ്ഥലത്തിനടുത്ത് കടയിൽ വന്നിരുന്നതെന്നും ലക്ഷ്യം ഈ സ്ത്രീ തന്നെ ആയിരുന്നു എന്നും അവരെ ബലാത്കാരം ചെയ്യണമെന്നുള്ള ഉദ്ദേശമുണ്ടായിരുന്നു എന്നും അതിനുവേണ്ടി അയാൾ മാക്സിമം ശ്രമിച്ചു എന്നും കൂടാതെ മോഷണം നടത്തണമെന്നുള്ളതും അയാൾക്ക് ലക്ഷ്യമുണ്ടായിരുന്നു എന്നും ബോധ്യമായി. പ്രതിയോട് ചോദിച്ചതിൽ എവിടെയാണ് നീ ഈ സ്ത്രീയുടെ പക്കൽ നിന്ന് മോഷ്ടിച്ച ആഭരണങ്ങൾ കൊണ്ടുവച്ചിരിക്കുന്നത് എന്നതിനവൻ ഉത്തരം നൽകി. പ്രതിയുടെ അറസ്റ്റ് CI രേഖപ്പെടുത്തി. പിറ്റേന്ന് പ്രതി തൻ്റെ കുറ്റസമ്മത മൊഴിയിൽ പറഞ്ഞ ഇതുപ്രകാരം മരണപ്പെട്ട റീജയിൽ നിന്നും പ്രതി കവർന്നെടുത്ത മാലയും മോതിരവും പെരുങ്ങത്തൂർ ടൗണിലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കൂട്ടിയിട്ട മണലിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. സംഭവ സ്ഥലത്തിനടുത്തും റിക്കവറി നടത്തിയ സ്ഥലത്തുമുള്ള സാക്ഷികളെ ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തി അന്വേഷണം ദ്രുതഗതിയിലാക്കി. അന്ന് തന്നെ വൈകുന്നേരം പ്രതിയെ റിമാൻഡ് റിപ്പോർട്ട് സഹിതം കോടതിയിൽ ഹാജരാക്കി പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. പ്രതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞു വരവേ തന്നെ 81ാമത്തെ ദിവസം ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് സാധിച്ചു. ഈ കേസിൻ്റെ വിചാരണ താമസം കൂടാതെ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി നടത്തി. സാക്ഷികളെ മുഖവിലക്കെടുത്ത കോടതി അതുപോലെ തന്നെ മുതലുകളെയും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് സാക്ഷികളും അന്വേഷണ ഉദ്യോഗസ്ഥനും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ നൽകുകയുണ്ടായി. ഞങ്ങൾ നോക്കുമ്പോൾ ചാക്ക് കെട്ട് ഇങ്ങനെ പൊന്തി കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലൂടെ കെട്ടിൻ്റെ ഇടയിലൂടെ കാലിങ്ങനെ പുറത്തേക്ക് കാണുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് മനുഷ്യനാണെന്നുള്ളത് ഉറപ്പുവരുത്തി. FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷം സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ഞാനാണ് ആ ചാക്ക് കെട്ട്, ബോഡി അടങ്ങിയ ചാക്ക് കെട്ട് പുറത്തേക്ക്
അതായത് പുഴയുടെ കരയ്ക്കേക്ക് വലിച്ചിട്ട് ഇൻക്വസ്റ്റ് നടത്തിയത്.